ഹലോ ഗൈസ്, നമ്മളങ്ങനെ ആമ്പൽപ്പാടം കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ആമ്പൽപ്പാടം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ കഴിഞ്ഞ റൈഡിലുണ്ടായിരുന്ന ദീപക്കേട്ടൻ, ബിന്ദു ചേച്ചി, ദീപക്കേട്ടൻ്റെ ഫാമിലി. ഹലോ, ഹായ് പറ. ഹായ് പറ. ഹായ്. അവന് നാണമാണ്. സോന ചേച്ചി ഹായ്. എടാ ഹലോ. നമ്മൾ ആ റീലിൽ കാണുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെതാ ആമ്പൽപ്പാടം. നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നറിയില്ല, പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. നമുക്കിപ്പോൾ ഇത് ചുറ്റും ആമ്പൽപ്പാടം. അല്ല ചേട്ടാ, പലരും മലരിക്കല് അമ്പലം വന്നിട്ട് കാണാൻ പറ്റാണ്ട് ശരിക്കും ഇതിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും എന്തായാലും ഒരു വട്ടമെങ്കിലും വന്ന് കാണണം കേട്ടോ. നടത്തുന്നേ 2 കല്ലുകളെ വെച്ച് മുത്തനും മുത്തിയും കേട്ടോ, അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അത് കൊള്ളാലേ. എന്റെ ചെറുപ്പത്തിൽ അത് ഞാൻ പറഞ്ഞു വെള്ളം മൂപ്പര് സൈക്കിൾ അത് എന്റെ അനിയനെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡ്രോൺ ഇല്ലാത്തതിന്റെ വിഷമം ഞാൻ എണ്ണീറ്റ് നിന്ന് തീർത്തു. ദോ അവിടെ മാറി വേറെ വെള്ളമൊക്കെ നിൽപ്പുണ്ട് അവിടെ. പിന്നെ അങ്ങ് അതൊക്കെ നല്ല ദൂരെയുണ്ട്, നമുക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ, അത്ര അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരിട്ട് തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതാ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലം. ക്യാമറ എൻ്റെ ഞാൻ ഇവിടുന്ന് കോർണറിൽ മാത്രം. ആ ഇത് കണ്ടോ, നമുക്ക് ചുറ്റും ആമ്പൽ. പോട്ടെ, വെയിറ്റ് ചെയ്യാ, ചേച്ചി കേറട്ടെ. പിടിക്കണേ പക്ഷേ ഇതൊരു സ്ഥലത്തെത്തിയപ്പോ പപ്പ പിടിക്കാൻ പോട്ടോ. ഓക്കെ പിടിച്ചു. വീഴും പപ്പ ഞാൻ വെള്ളത്തിലേക്ക് വീഴൂ. ഇതാ നിനക്ക് വേണ്ട. ഏത് പോവാ, ഏത് പോവാ വേണ്ട നിനക്ക്? അതാ അത് ഒറ്റയ്ക്ക് നിൽക്കണ്ടിട്ട് പറ്റുന്നില്ല. മഴക്കോളം കൂടെ ഉള്ളതുകൊണ്ട് ഹലോ ഗായ്സ്, ഇതിന്റെ നടുക്കെത്തിയപ്പോഴത്തേക്ക് എന്താ നല്ല മഴ. കുടയൊക്കെ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആ എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ അതൊക്കെ എടുക്കാൻ വിട്ടു. ആകെ ഒരു കുട ബിന്ദു ചേച്ചിന്റെ ഉള്ളതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. കൊച്ചിനെ നനയ്ക്കാതെ ആ ഗ്യാപ്പിൽ പപ്പയും രക്ഷപ്പെട്ടു. നമ്മൾ മാത്രമല്ല, ഷാജി ചേട്ടനെ നമ്മൾ നനയിച്ചു. അല്ല ഈ ആമ്പല് നിക്കണത് എത്ര?
750 ഏക്കറോ? ഇത് 750 ഏക്കറിലാണ് കേട്ടോ ഈ നിൽക്കുന്നത്. മെയിനായിട്ട് ഇത് കാണാൻ വരുന്നവര് 6-നും 10-നും ഇടയ്ക്ക് വരണം. ഒരു 10 മണി കഴിഞ്ഞ് നല്ല വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് പോവും, വാടിപ്പോവും. വൈകിട്ട് 8:30 അന്നാ ഞങ്ങൾക്ക് ലൈറ്റ് ഉണ്ട്, ഫോക്കസ് ലാമ്പ്. അത് ചെയ്തിട്ട് ആ വെട്ടം വീശുന്ന ആ റൗണ്ടിൽ വള്ളത്തെ ഇരുട്ടത്ത് നിന്നെടുക്കാം. അതല്ലേ? ഓ, അതും അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിനിപ്പോൾ നടക്കത്തില്ല, അത് വേറൊരു ദിവസം. ശരിക്കും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആമ്പൽപ്പാടത്തിൻ്റെ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ മഴ നനയുന്നതിൻ്റെ ഒരു ഫീല്. ആഹാ, ചേട്ടൻ എല്ലാവർക്കും ഓരോ കൊടയിട്ട് വന്ന് നോക്കി. ആമ്പലിൻ്റെ അല്ല എന്നാ പിന്നെ ക്യാമറ എൻ്റെ ഞാൻ ഇവിടെ ഇത് വാട്ടർ പ്രൂഫാ. ആ അതെ, ഇതാണ് നമ്മുടെ തൽക്കാലത്തേക്കുള്ള കൊട. ചാച്ചി എങ്ങനെയുണ്ടാ കൊട? അതാ അമ്പലം. അതാ അമ്പലം. കപ്പിൾ ഫോട്ടോഷൂട്ട്. എന്നെ നോക്കടാ, സുന്ദരനല്ലേ? ഹായ്. നോക്കി ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഷായിച്ചേട്ടൻ്റെ കഷ്ടപ്പാട്. ആൾ അത്രയും മുങ്ങിയിട്ടാണ് ആ ഒരു ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾക്കറിയോ സംഭവം കേട്ടോ? ഇല്ല, അതിങ്ങനെ വലിക്കുമ്പോ വീട്ടിലെങ്ങനെ ഇതാ വെള്ളപ്പൂ വരുന്നുണ്ട്. വെള്ളത്തിന്റെ പേടിയല്ലേ? വെള്ള ഇത് 10 കൊല്ലം കഴിഞ്ഞ വെള്ളയാവത്രേ. ഞാൻ നോക്കട്ടെ. ഈ ചേട്ടന്റെ ചെറുപ്പത്തിൽ വെള്ളപ്പൂവായിരുന്നു. 10 കൊല്ലം മുമ്പ് വെള്ളയായിരുന്നു. ഓ, പപ്പയുടെ കയ്യില് ജനിക്കണമുണ്ട്. വാവ്, ചേച്ചി മാല ഉണ്ടാക്കുന്നു. മാല മാല നോക്ക്, നോക്കത്തെ ചേച്ചി കാണിച്ച മാല. പണ്ട് ഈ പാടം ഫുള്ള് വെള്ളയായിരുന്നു, ഇന്നിപ്പോ അതെല്ലാം ഈ കളറായി. നിൽക്കുന്നു വെള്ളയാമ്പല്. വെള്ളയാമ്പലായി അങ്ങനെ കണ്ടു കിട്ടിയ ഇത്രയും ഇടയിൽ ഒരു വെള്ളയാമ്പൽ കണ്ടു കിട്ടി. വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഞാൻ ഷായിച്ചേട്ടൻ്റെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ എത്തിയിട്ട് ഷായിച്ചേട്ടനെ വിളിച്ചാൽ ഷായിച്ചേട്ടൻ ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കും. ഷായിച്ചേട്ടൻ അടിപൊളി ഫോട്ടോഗ്രാഫറാണ്, അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. വെള്ളത്തിനകത്ത് മുങ്ങിയും ഒക്കെ നിന്ന് അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്നവർ എന്തായാലും ഷായിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും നമ്പർ കൊടുത്തേക്കാം. നമുക്ക് വലിയൊരു വെള്ളം അവിടെ കിടപ്പുണ്ട്, ഒരു 100 പേർക്ക് കയറാവുന്നത്. അതെ, അത് ആറ്റിക്കൂടെ കായൽ ട്രിപ്പിനൊക്കെ പോകും. ദീപക്കേട്ടാ മുക്കാൻ പോവാ. ഷാജി ചേട്ടാ ബൈ. അങ്ങനെ ഷാജി ചേട്ടൻ്റെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ആളിനെ കൊണ്ട് പോവാം. ഇത് ഷാജി ചേട്ടൻ പിടിച്ച മീനാണ്. ഇതിന്റെ പേര് വാളയോ? പൂരിവാള. സൈസ്. അല്ല 8 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. 8 5 അങ്ങോട്ട് പറഞ്ഞല്ലോ. നീ കാണണോ?
മിമി ഫിഷാണോ? പിടിക്കണം കേട്ടോ, അത്ര ഉള്ള മീനെ. ആ, ആ. കുഞ്ഞു മതിയോ? അയ്യോ, അത്രയും വലുത് വേണ്ടേ? അത്രയും വലുത് വേണം. ഇത് താഴെ ഇടും, നല്ല തിന്നാൻ പറ്റുള്ള മീന്. വരുന്നുണ്ടേ. ഇല്ല വന്നില്ല, അടുത്ത ഇട്ട് വെക്കിതേ. എന്താ മിമി വരാത്ത വെക്കി? വരൂ. ഇതാണ് നമ്മുടെ ഷായിച്ചേട്ടൻ്റെ അനിയൻ സാബു. സാബു ചേട്ടനാണ് ഇവിടുന്ന് ആദ്യമേ ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഷായിച്ചേട്ടനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടേക്ക് എത്തിപ്പെടാനുള്ള വഴിയൊന്ന് പറഞ്ഞേരെ. നമ്മുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ ഈ ഏരിയയിലുള്ളൊരു ആഘോഷമാണ്, ശരിക്കും പറഞ്ഞൊരു വസന്തമാണ് ആമ്പൽ വസന്തം, മലരിക്കൽ ആമ്പൽ വസന്തം. ഈ മലരിക്കൽ ആമ്പൽ വസന്തത്തിനായിട്ട് വരാനുള്ള ഏറ്റവും എളുപ്പ വഴി നമ്മുടെ കോട്ടയത്ത് വന്നിട്ട് നാട്ടകം ചോദിക്കാം. നാട്ടകത്ത് ഫാമിലി ടേസ്റ്റി ലാൻഡ് ഉണ്ട്, കരിമ്പിൻ. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയെ ഒറ്റ വഴിയുള്ള ആറ്റുസൈഡി വന്ന വള്ളത്തെ കയറി അക്കരെ ഇറങ്ങാം. മലരിക്കൽ ആമ്പൽ വസന്തം കണ്ടു വെച്ചാൽ ഉള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ്. പൂ കൂടുതലും ഇവിടെയാണ്. അപ്പോൾ ഇത് കണ്ടു വെച്ചാൽ ഞങ്ങൾ തിരിച്ചു വരുന്ന ഭാഗമാണ്. അപ്പോൾ വരേണ്ട വഴി നാട്ടകത്ത് വരിക, കരിമ്പിൻ ഫാമിലി ടേസ്റ്റി ലാൻഡ്, അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി 8 പടി റോഡെന്ന് പറയും. ഒറ്റ വഴിയേ ഉള്ളൂ, ആറ്റുകടവ് വരും. ഏറ്റവും എളുപ്പമാണ് ഈ ആമ്പൽ വസന്തം കാണുക. കാറൊക്കെ വരുമല്ലോ? ആ കാർ വരും. ഇവിടെ വരെ കാറ് വരുന്നതാണ്. ഇവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങുക. അതെ, നമ്മളവിടത്തേക്ക് മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ താഴെ ഷായിച്ചേട്ടൻ്റെ സാബു ചേട്ടൻ്റെ നമ്പർ ആയിരിക്കും കൊടുക്കുക. അതിൽ വിളിച്ചാൽ മതി, ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി. വളരെ ഹാപ്പി ആയിട്ട് സംഭവം എല്ലാം കണ്ട് കേട്ട് പോകാം. ഓക്കെ, 850 ഏക്കറാണ് പാടം മുഴുവൻ ആമ്പലാണ്. അതല്ലേ? ഇനി ഒരു 3 മാസം കൂടെ നമുക്കിതുണ്ടാകും. അത് കഴിഞ്ഞ് പിന്നെ കൃഷിയുടെ നെൽകൃഷി ചെയ്യുന്ന പാടം ഞങ്ങളത് ഒഴിവാക്കും. എന്നിട്ട് കൃഷി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മണ്ണിൽ ഇതിന്റെ വിത്ത് വീണ് കിടക്കുകയാണ്. പ്രകൃതിയിൽ നിന്നും തന്നെ കിളുത്ത് വരുന്നൊരു സംഭവമാണ്. നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല. ഈ നാടിന്റെ ഒരു പ്രത്യേക ഒരു വികസനം. പിന്നെ പൂ കാണാൻ വരുന്നവർക്ക് രാവിലെ ഈ പൂ കാണുമെന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം തരുന്നൊരു കാര്യം കൂടെ. അതിനകത്ത് പ്രധാന കാര്യം യോഗ ചെയ്യുന്ന പോലൊരു സംഭവം ഇത്. മറ്റ് പൊല്യൂഷന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. ഇതിനകത്ത് കൂടെ നമുക്ക് ഈ പൂ കണ്ട് സന്തോഷമായിട്ട് പോകാം. ഓക്കെ, താങ്ക് യു സാബു ചേട്ടാ. ഇവിടുന്ന് എത്രത്തോളം കിട്ടുമെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ വന്നപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ കാണാൻ ഭയങ്കര ബ്രൈറ്റായി. അടിപൊളി. എടാ, മീമി പിടിക്കാൻ പോവാ? പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതായി പോയി, പൂവല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മലരിക്കൽ ആമ്പൽപ്പാടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മാമലക്കണ്ടം, അന്ന് വന്ന സ്ഥലം. ഗൈസ്, ഇതാണ് ഗൈസ് അട്ട. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ കാലയിലും അട്ട പിടിച്ചു. ലൈറ്റർ കിട്ടിയാ? അടിപൊളി. ഇതിനുണ്ടല്ലോ ലൈറ്റർ അടിച്ചിട്ട് പോകുന്നില്ല കേട്ടോ.